പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കാം. എന്നാൽ പക്ഷേ വിമാനത്തിന്റെ കോക്പിറ്റിൽ പ്രവേശിക്കുന്നതിന് മുൻപ് പൈലറ്റുമാർ പെർഫ്യൂം അടിക്കുന്നത് നിരോധിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഈ വിചിത്രമായ നിയമത്തിന് പിന്നിലെ കാരണം എന്താണെന്നും അതുകൊണ്ട് അവർക്ക് എന്താവശ്യമാണെന്നും എന്നൊന്നും നോക്കാം. ഇന്ത്യയിലെ വിമാനങ്ങളുടെ പ്രവർത്തനത്തിന് ഉത്തരവാദിയായ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ മാർഗനിർദ്ദേശങ്ങളിൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. വിമാനം പ്രവർത്തിപ്പിക്കുന്നതിന് മുൻപ് ഓരോ പൈലറ്റും ഒരു ബ്രെത്തലൈസർ ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. ഇത് അയാൾക്ക് ബോധമുണ്ടെന്നും വിമാനം പറത്താൻ യോഗ്യനാണെന്നും ഉറപ്പാക്കുന്നു. ആൽക്കഹോൾ മാത്രമല്ല, പെർഫ്യൂം, മൗത്ത് വാഷ്, ഹാൻഡ് സാനിറ്റൈസർ എന്നിവയിലും ഈഥയിൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ പൈലറ്റ് മദ്യം കഴിച്ചിട്ടില്ല എങ്കിലും ഈ ഉൽപ്പന്നങ്ങളിൽ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഉപകരണം തെറ്റായ റീഡിംഗുകൾ കാണിച്ചേക്കാം. അപകട സാധ്യത ഒഴിവാക്കുവാൻ പൈലറ്റുമാർ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട്. 2023 വിമാന ജീവനക്കാർക്കുള്ള നിയമങ്ങൾ വ്യക്തമാക്കുന്ന കരട് DGCA പുറത്തിറക്കിയപ്പോൾ അതിൽ ഈ നിയമത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. ഇതിനു പുറമെ മദ്യമടങ്ങിയ മരുന്നുകൾ കഴിച്ചതിനു ശേഷം ക്രൂ അംഗങ്ങൾ വിമാനത്തിൽ കയറുന്നതിന് മുൻപ് കമ്പനി ഡോക്ടറുടെ ഉപദേശം തേടുകയും അനുമതി വാങ്ങുകയും ചെയ്യുന്നതിനെ കുറിച്ചും പരാമർശമുണ്ട്.